ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ബിഗ് ബോസ് തമിഴ് സീസൺ 9 ഈ വീക്കിൽ പുറത്താക്കുന്നത് പ്രവീൺ രാജാണ് പുറത്തായിരിക്കുന്നത്. പ്രവീൺ രാജ് പുറത്തായ സമയത്ത് പ്രവീൺ രാജിൻ്റെ ഒരു പ്രഹസനം അയ്യോ ഇല്ല. കാന്താര സിനിമയിൽ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഋഷഭ് ഷെട്ടി ഒരു പെർഫോമൻസ് കാണിക്കുമല്ലോ, അതേ കണക്കത്തൊരു ഐറ്റം ചെയ്ത് വെച്ചിട്ട് എന്തൊക്കെയോ കിടന്ന് കാണിക്കുന്നത്. നോർമൽ എവിക്ഷൻസ് നമ്മൾ ഒരുപാട് കണ്ടെങ്കിലും ഇതെന്തിനു വേണ്ടിയാണ് പ്രവീൺ രാജ് ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയാൻ വയ്യ. ഭയങ്കരമായിരിക്കും ആ ഒരു കാന്താരയിൽ വന്ന് ഇരിക്കുന്നത്, പിന്നെ അങ്ങോട്ട് ഓടുന്നത് ഇങ്ങോട്ട് ഓടുന്നത്, പിന്നെ കിടന്ന് മുന്നോട്ട് നോക്കുന്നത്. ഇങ്ങനത്തെ ഒട്ടുമിക്ക കാര്യങ്ങൾ അവിടെ പ്രവീൺ രാജ് അവിടെ കാണിച്ചിട്ടുണ്ട്. ഭയങ്കര പ്രഹസനമാണ്. പക്ഷെ വേറെ കാര്യമുണ്ട്, ആ പ്രഹസനങ്ങളൊക്കെ അവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് മറ്റൊരു കാര്യം ചിന്തിക്കേണ്ട ഉണ്ട്. അതായത് ഇദ്ദേഹം ഇപ്പോഴേ പുറത്തു കൊണ്ട ഒരാളെന്നല്ല, നല്ല ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു പുള്ളിയൊക്കെ അവിടെ കണ്ടൻറ്റ് കൊടുത്ത് നിൽക്കുന്ന ഒരാൾക്കാരാണ്. പക്ഷേ ഇത്രയും പെട്ടെന്ന് പുറത്തു പോയത് ഭയങ്കരമായ ഒരു ഇതായിപ്പോയി. പക്ഷേ പുള്ളി ആ കാണിച്ച ആ ഒരു പ്രവൃത്തി എനിക്കൊട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഒരുമാതിരി വെറുപ്പിക്കൽ പോലെ പുള്ളി എന്തൊക്കെയോ കാണിച്ചു കൊടുക്കുന്നത്. എനിക്ക് കണ്ട സമയത്ത് ആ ഒരു കാന്താര സിനിമയിലുള്ള ഒരു ക്ലൈമാക്സ് പെർഫോമൻസ് എങ്ങനെയാണോ അതിൻ്റെ മറ്റൊരു വശങ്ങളൊക്കെ എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് കാണിച്ചിട്ട് എനിക്ക് തോന്നി. അവിടെ ഇരിക്കുന്നു, കരയുന്നു, അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ പുള്ളി ഭയങ്കരമായിട്ടൊരു കാന്താര ഒരു റീക്രിയേഷൻ കണക്ക് ചെയ്ത സംഭവം എന്തോ ചെയ്ത് വെച്ചിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അത് ഓക്കെ, എന്നാലും പുള്ളിയൊന്നും ഇപ്പോഴേ ഒരു പുറത്ത് പോകേണ്ട ഒരു പ്ലെയറൊന്നും അല്ലായിരുന്നു. കുറച്ചും കൂടെയൊക്കെ ഡിസർവിങ് ആയിരുന്നു. കുറേ നാളോടെ ഇങ്ങനെ മുന്നോട്ട് പോയി ഒരു 80-70 ദിവസം വരെയൊക്കെ നിൽക്കേണ്ട ഒരാളായിരുന്നു ഈ പ്രവീൺ രാജ് എന്ന് പറഞ്ഞ പുള്ളി. പക്ഷേ ഇത്രയും പെട്ടെന്ന് എവിക്ഷൻ ഒരിക്കലും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പോലും പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം വെച്ച് പ്രവീൺ രാജിൻ്റെ കാന്താര പ്രശ്നം ഭയങ്കര വെറുപ്പിക്കലായിരുന്നു. പിന്നെ ആ പുള്ളി ഇപ്പോഴേ പുറത്തുള്ള ഒരാളും അല്ലായിരുന്നു.